യങ്സ്റ്റേഴ്സ് എന്ത് നല്ല ആൾക്കാരാണ്. ഈ ടോവിനോനൊക്കെ പിടിച്ചാക്കുന്നേ. ടോവിനൊക്കെ നല്ല മിടുക്കന്മാർ പയ്യന്മാരല്ല. ആസിഫ് അലി അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് കയറി വരട്ടെ. ആ അവരെയൊക്കെയാണ് അമ്മയുടെ ഇത് കൊണ്ടുവരുന്നത്, അല്ലാതെ ഇവരൊന്നുമല്ല. കാരണം എന്തെല്ലാം നടന്നിരിക്കുന്ന ഇവരാരും ഈ പറഞ്ഞ മമ്മൂക്ക പോലും ഒന്ന് ഹീസ് ആൻ അഡ്വക്കേറ്റ്, ഹീസ് എ ലോയർ ആൻഡ് ഹീസ് നോട്ട് റെഡി ടു റിയാക്ട്. ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ സംഭവം നടക്കാൻ പാടില്ല. അപ്പം നമുക്കൊക്കെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ ഹീസ് നമുക്ക് സേഫ്റ്റി തോന്നും പെൺകുട്ടികൾക്ക്. പക്ഷെ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതെന്താണ് അതോട്ടെ. അപ്പൊ പ്രതികരിക്കാൻ കഴിവുള്ള ഞാനിപ്പോ പറയുകയാണെങ്കിൽ ടോവിനോ, എനിക്ക് ടോവിനോനെ നേരിട്ട് പരിചയമില്ല. പക്ഷെ ടോവിനോയുടെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടപ്പോൾ ടോവിനോയൊക്കെയാണ് തലപ്പത്തിരിക്കാൻ യോഗ്യതയായിട്ടുള്ള. പാർവതി ടോവിനോ, ആസിഫ് അലി, പിന്നെ ഉണ്ടല്ലോ ആരോ പറഞ്ഞല്ല. അങ്ങനെ അതാണ് പറയുന്നത്. ഈ സീനിയേഴ്സ് മാറണം. അപ്പൊ ഈ പഴഞ്ചൻ സംസ്കാരവും മാറും. സീനിയേഴ്സിനെ മാറ്റിയാല് പുതിയ ഒരു ന്യൂ ട്രെൻഡ് വരും. അതാണ് ഐ ഫീൽ പിറ്റി ഓൺ ദം. ആണുങ്ങളായ നട്ടല് വേണം. അല്ലെങ്കിൽ പിന്നെ സിനിമാ ഫീൽഡിൽ നിൽക്കരുത്. അഭിനയിക്കാൻ മാത്രം കഴിവുപോരാ. നീതിക്കും കൂടി വേണ്ടി നിൽക്കണം. ഞങ്ങളെപ്പോലുള്ള പെൺകുട്ടികളാ, ഞങ്ങൾ കേരളക്കാരാ, ഞങ്ങൾ മലയാളികളാ, അവരുടെ സഹോദരികളാ. അവർക്ക് സേഫ്റ്റി കൊടുക്കാനുള്ള ഒരു നട്ടല് നിങ്ങൾക്കില്ലെങ്കിൽ പ്ലീസ് ഗോ അവേ ഫ്രം ദിസ് ഫീൽഡ്. നോട്ട് വർത്ത് ടു ബി ഹിയർ. അല്ലേ? അതാ ഞാൻ പറയുള്ളൂ. അതെ, സിനിമയിലല്ല ഹീറോയാണ്, അതുകൊണ്ട് വലിയ ഡയലോഗാണ്. ഒരു യഥാർത്ഥ സംഭവം നടക്കുമ്പോ ഇവരാരും പുറകോട്ട് നിൽക്കുന്നത്. എന്ത് സംഭവം ആയിക്കോട്ടെ, ഇപ്പൊ ദിലീപിന്റെ പ്രശ്നം ആയിക്കോട്ടെ, കാവ്യ മാധവൻ, മഞ്ജുവിന്റെ പ്രശ്നമൊക്കെ, അവിടെയൊക്കെ ബോൾഡായിട്ട് നിൽക്കേണ്ടത് സീനിയേഴ്സായ ലാലേട്ടനും മമ്മൂക്കായും ഇവർക്കാണ്. കാരണം ദേ ആർ എഡ്യൂക്കേറ്റഡ്. അപ്പൊ അവര് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും അവരെ നന്നായിട്ട് അവരെ ഇത് വാൺ ചെയ്യുകയും ചെയ്യണം. ഇറ്റ് ഷുഡന്റ് ഹാപ്പൻ. ബിക്കോസ് പുറത്തുള്ളവർ കേൾക്കുമ്പോൾ പറയാം മലയാളം എന്ന് പറയുമ്പോൾ ആദ്യം അവർക്ക് മമ്മൂക്കായനെയും മോഹൻലാലിനെ ഇവരെ കൊണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? അവർക്ക് തന്നെ നടക്കേട്. അവർ തലപ്പത്തിരിക്കുന്നവരാണ്, അവരാണ് സീനിയർ ആർട്ടിസ്റ്റ്. അപ്പൊ അവരുടെ കീഴിൽ ഞങ്ങളൊന്നും സേഫ് അല്ലേ? ഇതുപോലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും തുറന്നു പറച്ചിലുകളുമായിട്ട് അങ്ങ് എത്തിയിട്ടുണ്ട്. ഇത് ഒരു ശുദ്ധീകരണത്തിന് ഇടയാക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ശുദ്ധീകരണം ഇത് നല്ലതായിട്ട് ഇപ്പോൾ തന്നെ ഇപ്പൊ സ്ത്രീകൾ വരും തന്നെ എനിക്കറിയാം, മാറും. അപ്പം അത് നല്ലൊരു ശുദ്ധീകരണം തന്നെ നടക്കും. ഈ സീനിയേഴ്സിനെല്ലാം മാറ്റണം. ഞാൻ പറയപ്പോ ഈ ലാലേട്ടനൊക്കെ മാറ്റണം. ലാലേട്ടന്റെ ഒക്കെ ഒരു സമയം കഴിഞ്ഞു. ആ ഒരു കാലത്ത് പഴഞ്ചൻ ഇതല്ല. കാരണം പുള്ളിക്കാരൻ ഇതില് റിയാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു കാര്യത്തിന് റിയാക്ട് ചെയ്യാൻ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ ന്യൂ കയറി വരണം. ഇതിലിപ്പം ആരോപണം ഉന്നയിക്കപ്പെട്ടവരിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് മുകേഷാണ്. മുകേഷ് രാഷ്ട്രീയക്കാരനാണ്, സർക്കാരിന്റെ ഭാഗമാണ്. മുകേഷിനെ ഞാൻ എടുത്തു പറയാം. ഇപ്പൊ എന്തായാലും ഞാൻ ഇതൊക്കെ പറഞ്ഞല്ലോ. വീട് നന്നാക്കാൻ അറിയത്തില്ലാത്തവൻ എങ്ങനെ നാട് നന്നാക്കുന്നത്? സ്വന്തം 2 മക്കളെ ഉപേക്ഷിച്ച്, ആ ഭാര്യ സരിതേനെ ഉപേക്ഷിച്ച് മറ്റു പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളെ എങ്ങനെ MLA ആക്കി? ഈ കൊല്ലത്തെ ആൾക്കാരുടെ റിയലി ഫീൽ ഷെയിം. ഇങ്ങനെ ഒരാളെയാണ് നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു മുകേഷ് ചേട്ടായി ചെയ്യുന്നത് ശരിയല്ല. നിങ്ങളുടെ 2 കുട്ടികളെ പ്രസവിച്ച ഒരു ചേച്ചിയാണ് ആ സരിത ചേച്ചി. അവർ മലയാളി അല്ലായിരിക്കാം, എങ്കിലും നിങ്ങൾ ഒത്തുചേരൂട്ടെ, നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ശരിയല്ല നിങ്ങളുടെ ഞാൻ അവരുടെ ഫാമിലിയെ ഒന്ന് യുണൈറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചതാണ്. അപ്പം ഇങ്ങനെ അതായത് വീട് നോക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും നാട് നോക്കാൻ പറ്റില്ല. അപ്പൊ ഇദ്ദേഹം ഹീസ് നോട്ട് വർത്ത് ടു ബി എ MLA ഇൻ കൊല്ലം ആൾസോ. അത് ഞാൻ തുറന്നു പറയാണ്. അത് ഓരോരുത്തരും നമ്മളെല്ലാവരും ചോറല്ല കഴിക്കുന്നത്, എല്ലാവരും ചോറ കഴിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ലോജിക് ഉണ്ടാവണം, നമുക്ക് സ്വയം തിങ്ക് ചെയ്യാനുള്ള എല്ലാവർക്കും ഉണ്ടാവണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താ? നല്ല ഭരണമാണ് വേണ്ടത് അല്ലെ? ഒരു വുമണൈസറിനെ പിടിച്ച് ഭരണം ഏൽപ്പിച്ചാൽ എങ്ങുണ്ടാവും? ആ സ്റ്റേറ്റ് തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് നല്ല എഡ്യൂക്കേറ്റഡും നല്ല ബോൾഡായിട്ടുള്ള തറവാടി പിറന്നവരെ എന്തോരം പേരുണ്ട് നമ്മുടെ ഈ കേരളത്തില്. അവരെയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇവരെ പോലെ കയറി കഴിഞ്ഞാൽ എങ്ങനെയാവും? അതുകൊണ്ട് ജനങ്ങൾ മൊത്തം നല്ലവർക്ക് വേണ്ടി നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ സെലക്ട് ചെയ്ത് ഭരണം അവരെ ലയിപ്പിക്കുക. ആദ്യഘട്ടങ്ങളിൽ സർക്കാർ ഈ നേരിട്ട് പരാതി നൽകിയെങ്കിൽ മാത്രമേ കേസ് എടുക്കത്തുള്ളൂ. ആ ഒരു നിലപാടായിരുന്നു. പിന്നീട് ഇപ്പം നിലവിൽ പറയുന്നത് താങ്കൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ സർക്കാരിൽ ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നീതി കിട്ടണം. കാരണം ഇന്ന് ജനങ്ങളും മീഡിയയും എല്ലാം ഒരുമിച്ച് ഇറങ്ങി കംപ്ലീറ്റ് എന്നപ്പോ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. കാരണം ഞാൻ മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷേ തള്ളിപ്പോയായിരുന്നേ. ഞാനല്ലല്ലോ ആദ്യം വന്നത്. ഇതെല്ലാരും വേറെ പെൺകുട്ടികളെല്ലാം വന്നപ്പോഴും ഞാനും ഇതിൽ സത്യമായിട്ട് വന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഇതിൽ നീതി കിട്ടുമെന്നാണ് നമ്മുടെ പിണറായി സാറ് പറഞ്ഞത്. തീർച്ചയായിട്ടും ആരെയൊക്കെ ഏതൊക്കെ സ്ത്രീകളെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ അവർക്ക് മുമ്പോട്ട് വരാം. ഞങ്ങൾ അതിന് എത്ര ഉന്നതനായാലും ഞങ്ങൾ അതിന്
ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പം പ്രൈം മിനിസ്റ്ററും ഇടപെട്ടിട്ടുണ്ട് അല്ലെ, ഫേസ്ബുക്കിൽ കണ്ടില്ലേ, എന്തെങ്കിലും സ്ത്രീകൾക്കെതിരെ എന്തുണ്ടായിട്ടില്ല ഞങ്ങൾ തന്നെ ആക്ഷൻ എടുക്കും എന്നുള്ള കാര്യം. സോ പണ്ടത്തെ കാലമല്ല ഇപ്പോൾ ജനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. ജനങ്ങൾക്കപ്പം ഇന്ന് എല്ലാ കാര്യവും A to Z എന്ന് ജനങ്ങൾക്കറിയാം. എന്താണ് വാട്ട് ഈസ് ഫിലിം ഫീൽഡ്, വാട്ട് ഈസ് ഫിലിം ആക്ടേഴ്സ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവരും നീതിയുടെ കൂടെ ജനങ്ങളുണ്ടാവും. കാരണം ജനങ്ങളുടെ സിനിമയാണ്, ജനങ്ങളുടെ ക്യാഷാണ് സിനിമ അല്ലെ. അപ്പൊ ജനങ്ങളും കൂടെ തീരുമാനിക്കണം. ആക്ടർമാരൊക്കെ പറഞ്ഞാൽ ജനങ്ങളുടെ തീരുമാനമാണ്. കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പോലും ഭരത്ചന്ദ്രനാണെങ്കിലും ഇതുവരെ ഇക്കാര്യത്തിൽ കാര്യമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. അതെ. അദ്ദേഹം നേരത്തെ അങ്ങനെയൊന്നും പ്രതികരിക്കുന്ന ഒരു നല്ലൊരു ബുദ്ധിമാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു പ്രാവശ്യം ഞാൻ കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഒരിക്കല് അദ്ദേഹത്തിന്റെ ഒരു മേക്കപ്പ് മാൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഒരു ഡ്രൈവർ എന്റെ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഡ്രൈവറിന് ഞാനൊരു കുറച്ച് ക്യാഷ് കൊടുത്തിന് ഒരു മുദ്രപത്രം എന്റെ ഉണ്ടായിരുന്നു. ഈ മുദ്രപത്രം തിരിച്ചു കൊടുക്കാൻ ഡ്രൈവർക്ക് ക്യാഷ്. അപ്പൊ ഞാൻ പറഞ്ഞു ക്യാഷ് തന്നാൽ തിരിച്ചു തരാം. അപ്പൊ ഈ മേക്കപ്പ് മാൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. മര്യാദയ്ക്ക് നീ ഇത് കൊടുത്തില്ലെങ്കിൽ നിന്നെ 6 മാസത്തിന് മേലെ നിന്നെ ഭൂമിക്ക് മേലെ വെച്ചേക്കാം. ചെന്നൈയിലായിരുന്നു പ്ലേ. അപ്പൊ എനിക്കത് ത്രെട്ടാനായിട്ട് ഫീൽ. ഞാൻ പറഞ്ഞു ഇതെന്താ, ഈ മേക്കപ്പ് മാനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആയുധത്തിൽ അഭിനയിച്ചു സുരേഷ് ഗോപി ചേട്ടനോടെ. അപ്പൊ ഞാൻ പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞു, സുരേഷ് ചേട്ടാ ഞാൻ മിനു ആണ്, മിനു സ്പീക്കിംഗ്, കോളിംഗ് ഫ്രം ചെന്നൈ, എന്നെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയേ പറഞ്ഞതുള്ളേ. പുള്ളിക്കാരോ നീ ഇഫ് യു ആർ ടു സ്മാർട്ട് ഐ പുട്ട് യു ഇൻ ഡേഞ്ചർ. ഓക്കെ ഭയങ്കര കമ്മീഷൻ സ്റ്റൈലൊക്കെ. കമ്മീഷണർ പോലെ ഒരു സ്ത്രീ പരാതി പറയുമ്പോൾ ഇങ്ങനെ സംസാരിക്കത്തില്ല. ഞാൻ ഇങ്ങനെ വേദന്താ, ഞാൻ ഒരു സ്ത്രീ പറയുന്നത് എന്താന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ പോലും അദ്ദേഹം കാണിച്ചില്ല. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് എന്നെ കുറെ അങ്ങ് ചീത്ത പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങ് ഫോൺ വെച്ചു. പക്ഷേ ഞാൻ പിന്നെ പെട്ടെന്ന് പുള്ളിക്കാരൻ ഞാനൊരു മെസ്സേജ് അയച്ചു. അതെ, ഈ ഭാരത് കമ്മീഷണറായിട്ട് അഭിനയിച്ചിട്ട് അത് കമ്മീഷണർ സിനിമയിലെടുക്കുന്ന അതേ ഇത് ഇങ്ങോട്ട് എടുക്കരുത് കേട്ടോ. യഥാർത്ഥ കമ്മീഷണർ പോലും ഇങ്ങനെ സംസാരിക്കില്ല ഒരു പെണ്ണിനോട്. വലിയ ഇതാക്കിയ ഞാനൊന്ന് തിരിച്ചയച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തു, കമ്മീഷണർക്ക് കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ ഞാൻ ഈ ത്രെട്ടണിംഗ് ആ കൊടുത്തത് ഈ മേക്കപ്പ് മാനെ കുറിച്ച്. അപ്പം കമ്മീഷണർ ചോദിച്ചു സുരേഷ് ഗോപിയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറഞ്ഞു ഹി ഡിഡ്ന്റ് ലിസൺ മീ ആൻഡ് ഹി ആൾസോ അബ്യൂസ്ഡ് മീ. അപ്പൊ അവിടെ ആ ഒരു പക്വത കാണിച്ചില്ല പുള്ളിക്കാരൻ. അവർ പക്വത കാണിക്കണം. അതുകൊണ്ട് ഈസ് ആസ് നോട്ട് വർത്ത്.